ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരിരോ, ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോട് ചേർത്തിട്ടൊരുമ്മ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. ഒരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും വ്യതമാറും. ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാന്റെ മയ്യത്ത്? ഞാൻ മരിക്കുന്നതാണെന്റെ ഹാജത്ത്. ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. തീരാത്ത കവിത ഉമ്മാക്ക് മാത്രം, തിരകൾ പോലെ വന്ന് മറിയും. തീര സ്നേഹമെഴുതി തളരും. എന്റെ ഉമ്മയെ ചുമന്ന് ഞാൻ ത്വവാഫ് ചെയ്യും. എന്റെ ഉമ്മ തൻ വിസർജ്യവും ത്വഹൂറ് ചെയ്യും. എന്റെ ഉമ്മയെ ചുമന്ന് ഞാൻ ത്വവാഫ് ചെയ്യും. എന്റെ ഉമ്മ തൻ വിസർജ്യവും ത്വഹൂറ് ചെയ്യും. ഏതു കാലത്തും ചേർക്കുന്നു മാറത്ത്, ഏതൊരു കടലും മടങ്ങുന്നു നെഞ്ചത്ത്. ഏത് രാത്രിയും മടയാത്ത മിഴിയുത്ത്, കുഞ്ഞിനു വേണ്ടി തരുന്നു മുഹബ്ബത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് 30/6/2024 നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാത്ത സുന്ദര ദിനമാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് സ്നേഹവീടിന്റെ സ്നേഹസദ്യയും സ്നേഹ സമ്മാനവുമാണ്.
കാണാൻ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥനയാണ്. അതിനായി ഞാനടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ അസിനെയും സുനിലെയും വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. മതമേതെങ്കിലുമാവട്ടെ മാനവകത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. മതമേതെങ്കിലുമാവട്ടെ മാനവകത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്ത സൗവർണാഭ പരന്നാൽ. സൗഹൃദ സിദ്ധികൾ പൂത്ത സൗവർണാഭ പരന്നാൽ. സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സു നന്നാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ. ധർമ്മം പാതയതാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ. ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ. മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ഏകദേശം 10 വർഷത്തോളമായി സ്നേഹവീടിന്റെ കൂടെ നിൽക്കുന്ന സുനിൽ കൊയിലാണ്ടിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത് സ്നേഹവീട് അണ്ടർടോഫീസ് എന്ന ചാരിറ്റി ട്രസ്റ്റാണ്. എന്താണ് സ്നേഹവീട്? ഇന്ന് നമുക്കിടയിൽ ഇല്ലാത്തത് സ്നേഹമില്ലായ്മയാണ്, സ്നേഹശൂന്യതയാണ്. സ്നേഹശൂന്യതയിൽ നിന്നാണ് സത്വതയുണ്ടാവുന്നതും മറ്റു നെഗറ്റീവായുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നതും സ്നേഹമില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ സ്നേഹശൂന്യതയ്ക്ക് പരിഹാരവുമായിട്ടാണ് സ്നേഹവീടിൽ 100 പുഷ്പങ്ങൾ ഒരുമിച്ച് കൈമാറുന്നത്. ആശംസകൾ അറിയുന്നത് ശ്രീ അഷറഫ് കാലടി, അനിൽകുമാർ ഇബ്രം, ആരിഫ് അഫ്സൽ എടപ്പാൾ, ഇലിയാസ് പി ചെയർമാൻ കനിവ്, ബഷീർ പി സെക്രട്ടറി കനിവ്, ഇവരെല്ലാം ഹാർദവമായി ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഈ ധന്യമായ വേദി സ്നേഹവീട്ടിലെ 100 പുഷ്പങ്ങളോട് കൂടി ഇവിടുത്തെ അച്ഛനമ്മമാരോട് കൂടി ഇവിടുത്തെ മറ്റുള്ള ആളുകളോടും കൂടെയൊക്കെ നിന്ന് സംസാരിക്കാൻ ഈ ധന്യമായ വേദി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ സാധിക്ക എന്നെ ക്ഷണിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഈ സ്നേഹവീടിന്റെ തുടക്കത്തിൽ ഏകദേശം 10 വർഷത്തോളം. അപ്പൊ എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ആ കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹവീടിന്റെ തുടക്കം ദുബായിലാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. സ്നേഹവീടില് വന്ന ഓരോ സ്നേഹപുഷ്പങ്ങൾക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്നുള്ള കാര്യം അറിയുന്നതാണ്. ഞാന് കുറച്ചു കാലം പ്രവാസ രോഗമായ എന്നുള്ളത് ഖത്തറിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന സമയത്താണ് അന്ന് എല്ലാവർക്കും അറിയാം ഈ പ്രവാസ ലോകത്തിൽ നമ്മുടെ ജോലി കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞാൽ അധികവും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയം പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ സമയത്താണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു വീഡിയോ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് കണ്ട സമയം തന്നെ അദ്ദേഹത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല.
വേദിയിലിരിക്കുന്ന സബിത, നന്ദിനി, സുനിൽകുമാർ കൊയിലാണ്ടി, സജീഷ് ലാൽ കോഴിക്കോട്, മിശ്ര വാവാട്, ഇന്ദു പി കൊടുവള്ളി, അഷ്റഫ് കാലടി, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, സ്നേഹവീടിന്റെ ഒരു പുഷ്പമാണ്. അനിൽകുമാർ അലിക്കുളം, ആരിഫ് അഫ്സൽ, അദ്ദേഹം വരുന്നേ ഉള്ളൂ. നമ്മുടെ കനിവിന്റെ സാരഥികളായ ഇലിയാസ് പി, അദ്ദേഹം ചെയർമാനാണ്, ഇവിടെ എത്തിയിട്ടില്ല. അതുപോലെ സെക്രട്ടറി സർ ബഷീർ, അതുപോലെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ ഞാൻ ആദ്യം കണ്ടത് അതുകൊണ്ടായിരിക്കും, നമ്മുടെ റാഷിദ് പള്ളിക്കര. അതുപോലെ അരീക്കോട് നിന്ന് വന്ന ജുനൈദ് മാഷ്, സ്നേഹവീടിന്റെ ഒരുപാട് വർഷങ്ങളായിട്ട് എന്റെ കൂടെയുള്ള ആളാണ്. വേദിയിലിരിക്കുന്ന സ്നേഹവീട്ടിലെ സ്നേഹപുഷ്പങ്ങളെ, കനിവിലെ അമ്മമാരെ, അച്ഛന്മാരെ, സ്നേഹവീടിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ സജീഷ് ലാൽ ഇവിടെ പ്രതിപാദിച്ചു. എന്താണ് സ്നേഹവീട്, എന്തിനാണ് സ്നേഹവീട്? ഇന്നത്തെ കാലത്ത് ഞാൻ ഭൂമിയിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമല്ല, സ്നേഹശൂന്യതയാണ്. സ്നേഹമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ആരും ആരെയും ഇല്ലായ്മ ചെയ്യില്ല. സ്നേഹമുണ്ടെങ്കിൽ പട്ടിണിയും മരണങ്ങൾ ഉണ്ടാവില്ല. ഉള്ളവനെ ഇല്ലാത്തവന് നൽകണമെന്നും പരസ്പരം സ്നേഹിക്കണമെന്നും സഹായിക്കണമെന്നും മനസ്സിലാക്കണമെന്നുമാണ് സ്നേഹവീട് അന്നും ഇന്നും പറയുന്നത്. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർണ്ണമോ ഒന്നുമില്ല. സ്നേഹവീട്ടിൽ ഞങ്ങളെല്ലാം ഒരുപോലെയാണ്. ഒരുപോലെ എന്ന് പറയുമ്പോൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ സ്നേഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ 10 വർഷമായിട്ട് സ്നേഹത്തിന്റെ വാതിലുകൾ തുറന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും 2030 ആവുമ്പോഴേക്കും സ്നേഹവീടുകൾ എന്നാണ് ഞങ്ങളുടെ ഒരു സ്വപ്നം. ഞാനിവിടെ നിൽക്കുമ്പോ വളരെയധികം സങ്കടത്തിലാണ്. എന്താണ് എന്റെ സങ്കടം എന്ന് വെച്ചാൽ, എന്റെ കൂടെ താങ്ങും തണലുമായി ഒരു ഫ്രണ്ടിനെ പോലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ മാതാവ് കഴിഞ്ഞ കൊറോണയിൽ എന്നെ വിട്ടുപോയി. ആ മാതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു 2 മിനിറ്റ്, കാരണം എന്നെ ഞാനാക്കിയത് എന്റെ ഉമ്മച്ചിയായിരുന്നു. ഇതാണ് എന്റെ മാതാവ്. അതുപോലെ എന്റെ പിതാവ് മരണപ്പെട്ടതാണ്. പക്ഷേ മാതാവിനോട് എനിക്ക് വല്ലാത്ത അടുപ്പമാണ്. ആ മാതാവിന്റെ ചരിത്രമൊക്കെ ഞാൻ പറയാം. കെടാവിളക്കായ കുവൈറ്റിൽ ഇരുന്ന് സ്നേഹവീടിനെ നിയന്ത്രിക്കുന്ന സ്മിത, അവരെ വീട് ഇടുക്കിയാണ്. സ്മിത എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ആളാണ് സ്മിത. എപ്പോഴും സ്നേഹവീടിന്റെ മക്കളെ ഓൺലൈനിൽ ഇരുന്ന് നിയന്ത്രിക്കുന്ന ഒരാളാണ്. കുവൈറ്റിലുള്ള സ്നേഹപുഷ്പമാണ്. അതുപോലെ നമ്മുടെ രവി, മലബാർ ചാനലിന്റെ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അനിൽകുമാർ അരിക്കുളത്തിന്റെ ഫ്രണ്ടാണ്. അതുപോലെ നിസാർ കണ്ണൂർ, അസീസ് മണ്ണാർക്കാട്, ഇവര് സ്റ്റാഫിന്റെ, കനിവിന്റെ സ്റ്റാഫുകളാണ്. പ്ലസ് വിദേശത്തുള്ള എല്ലാ സ്നേഹപുഷ്പങ്ങളും. ഒരാളെ പോലും മറന്നുപോയ സംഗീതമാണ്. അപ്പോ ഞാൻ എന്റെ ഉമ്മയെ കുറിച്ച് പറയാം. എങ്ങനെയാണ് ഈ നന്മ ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടായത്, അതിനെ കുറിച്ചാണ് പറയുന്നത്. ചെറുപ്പത്തിലെ ഞാൻ ജനിച്ച കാര്യം പറയാം. 49 വയസ്സായി ഞാൻ ജനിച്ചിട്ട്. അടുത്ത വർഷം മെയ് 3 വന്ന 50 വയസ്സ് തന്നെയാണ്. എങ്ങനെയാണ് നന്മ ചെയ്യാനുള്ള കരുത്ത് എനിക്ക് കിട്ടിയത്? ഞാൻ ഒലിപ്പുഴ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. എന്റെ ഉപ്പ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് എന്നോട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരും. ഞങ്ങളെ വീട് ഒരു സാധാ ഓടിട്ട വീടായിരുന്നു. നിലം ചാണകം മെഴുകിയ വീടായിരുന്നു. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച് ഹോസ്പിറ്റലല്ല, സാധാ വീട്ടിൽ കിടന്ന് പായൽ കിടന്നാണ് പ്രസവിച്ചത്. പ്രസവിച്ച ടൈമിൽ എന്റെ ഉപ്പച്ചി ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യം പിടിച്ച കുട്ടിക്കാലം. ഞാൻ വളർന്ന ഭൂമിയിലേക്ക് വന്ന മുതല് 2 ആഴ്ച എനിക്ക് ശരിക്കും ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുന്നു. അന്ന് വൈദ്യുതി അടുത്തേക്ക് ഉപ്പ രാത്രി 12 മണിക്ക് ഓടി പോലും. എന്നിട്ട് ഈ കാഞ്ഞിരത്തിന്റെ തളിരില കൊണ്ട് വീശിയിട്ടാണ് എനിക്ക് ആദ്യം ശ്വാസം കിട്ടിയത്. എന്റെ ഉമ്മയും ഉപ്പയും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ആ കഷ്ടപ്പാടുകൾ കൊണ്ടാവാം പാവങ്ങളെ കാണുമ്പോൾ കണ്ണു തുറക്കാനും അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടായത്. എന്റെ ഉമ്മ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഉമ്മ പറയുമായിരുന്നു, സാദി നീ വലിയ ആളാവും, നീ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി സംസാരിക്കുമ്പോ എനിക്ക് ആ സദസ്സിലൊന്നും വന്നിരിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പാവം എന്റെ ഉമ്മാക്ക് അത് സാധിച്ചില്ല. എന്റെ ഉമ്മാനെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു അപേക്ഷ മാത്രമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, എന്റെ മാതാവിന് വേണ്ടി
നിങ്ങളാൽ പറ്റുന്ന വിധത്തിലൊന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മരണത്തെ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. മരണം എന്ന് പറഞ്ഞ് ഭയമായിരുന്നു. കാരണം ദശം മരിച്ചു പോയിട്ട് അവിടെയുള്ള ഓരോ കാര്യങ്ങളോർത്ത് എൻ്റെ ഉമ്മ എപ്പോഴും കരയായിരുന്നു, നിസ്കാരപ്പായിരുന്നു. ആ മാതാവ് എൻ്റെ അടുത്തില്ല. ആ മാതാവിന് വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇവിടെ ഈ കാണുന്ന സ്നേഹ സമ്മാനങ്ങൾ, ഈ കാണുന്ന മൊമന്റോസ്, സ്നേഹ വീട് ചാരിറ്റി 2024 എന്ന ഈ അവാർഡുകൾ ഞാൻ നൽകുന്നത് ഇവിടെയുള്ള കുറച്ച് ആളുകൾക്കും സ്നേഹപുഷ്പങ്ങൾക്കുമാണ്. ഇത് എന്റെ സ്വന്തം നിലക്ക് ചെയ്യുന്നതാണ്. By the end of 2025, I have a big dream to meet 1 lakh people around the world and show their smile to others. 2025 തീരുമ്പോഴേക്കും 1 ലക്ഷം പേരെ കാണാം. 2025 തീരുമ്പോഴേക്കും 1 ലക്ഷം പേരെ ഇങ്ങനെ പോയി കാണാം. അവർക്ക് സ്നേഹ സമ്മാനങ്ങൾ കാണാം. അവരുടെ സുന്ദരമായ പുഞ്ചിരി ഈ ലോകത്തെ കാണിക്കുക. അതാണ് എന്റെ വലിയൊരു സ്വപ്നം. അതിന്റെ ഭാഗമായിട്ട് സ്നേഹ വീട്ടിലെ മക്കൾക്ക് ഇന്ന് ഈ വേദിയിൽ വെച്ച് ഒരു ആദരവാണ് സ്നേഹ വീടിന്റെ ചാരിറ്റി 2024 അവാർഡ്. ഈ ഇതുപോലുള്ള ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ടായത് എങ്ങനെയാണെന്ന് പറയുന്നത്. എന്റെ സമ്മാനങ്ങൾ മേടിച്ച ആളുകൾ ഈ സദസ്സിൽ കുറേയുണ്ട്. ഒന്ന് കൈവന്നിച്ച് ഇതിനു മുമ്പ് എന്റെ സമ്മാനങ്ങൾ കിട്ടിയ ആളുകളൊക്കെ, ഇവരെല്ലാം എന്റെ സമ്മാനങ്ങൾ കിട്ടിയതാണ്. കാരണം ഇവരെല്ലാം നേരിട്ട് പോയി പലതവണ സമ്മാനങ്ങൾ കൊടുത്ത ആളാണ് ഞാൻ. എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായത്? 2 വിധം ആളുകളാണ് ഭൂമിയിലുള്ളത്. ഒന്ന് ഗിവേഴ്സ്, ഒന്ന് ടേക്കേഴ്സ്. ഗിവേഴ്സ് എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന പക്ഷക്കാരാണ്. അവർ വളരെ കുറവാണ് ഭൂമിയിൽ. കൊടുക്കാൻ മനുഷ്യർക്ക് പേടിയാണ്. കൊടുത്തു കഴിഞ്ഞാൽ തന്റെ മുതൽ കുറഞ്ഞു പോകുമെന്ന് പേടിയാണ്. ഒന്ന് ടേക്കേഴ്സ് ആണ്, കിട്ടണം കിട്ടണം എന്ന ആഗ്രഹം മാത്രം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഗിവേഴ്സ് ആകുക, കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞതിന് മുമ്പ്, ഉള്ളവൻ ഇല്ലാത്തവന് നൽകിയാൽ ഈ ഭൂമിയിൽ ഒരു പട്ടിണി പാവം പോലും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, ഈ ഭൂമിയിൽ യൂസുഫ് അലി സാറിനെ പോലെ, അദാനിയെ പോലെ, അംബാനിയെ പോലെ കോടാനുകോടീശ്വരന്മാർ ഒരുപാടുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചേരിയിൽ താമസിക്കുന്ന എത്രയോ പട്ടിണി പാവങ്ങളുണ്ട്. അവരെ ചേർത്ത് പിടിക്കാനാണ് സ്നേഹവീട് പറയുന്നത്. നിങ്ങളടുത്ത് 100 രൂപ ഉണ്ടെങ്കിൽ ഒരു 20 രൂപ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ, ഒരു ദിവസം നിങ്ങൾ 1 രൂപ മാറ്റിവെച്ചാൽ എത്ര കോടി രൂപയാണ് ചാരിറ്റി ചെയ്യാൻ പറ്റും? വെറും ഞാനും ഒരുമിച്ചാണ് സ്കൂളിൽ പോവാ. എന്റെ ഉമ്മച്ചി പുഴ കടന്ന് വേണം സ്കൂളിൽ പോവാന്. അപ്പൊ ഉമ്മച്ചി പറയും, സാധ്യേ നീ വരണ്ട, പുഴയിലൂടെ ഒഴിച്ചു പോകും. സുബ്രഹ്മണ്യനും നിനക്കുള്ള ഉച്ചഭക്ഷണം ഞാൻ കൊണ്ടുതരാന്ന് പറയാം. ഉമ്മച്ചി ഭക്ഷണം കൊണ്ടുവരും. എന്റെ ഉമ്മച്ചി ആ ചോറ്റുപാത്രത്തിൽ നിന്ന് എനിക്കും സുബ്രഹ്മണ്യനും ഒരേപോലെ ചോറ് വാരിത്തരും. അങ്ങനെ വാരി തന്ന് വളർന്നതാണ് ഞങ്ങള്. സുബ്രഹ്മണ്യനും അങ്ങനെ തന്നെ. അവൻ എന്തെങ്കിലും കിട്ടി എനിക്ക് കൊണ്ടുതരും. ഞാൻ പറയുന്ന മതസൗഹാർദ്ദത്തെ കുറിച്ചാണ്. ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമയോടെ വായണം. അപ്പോഴാണ് സ്നേഹം ഉണ്ടാവുക. സ്നേഹമാണ് ഭൂമിയിൽ. അങ്ങനെ എന്റെ ഉമ്മച്ചി ഇങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഞങ്ങളിങ്ങനെ പഠിച്ചു ഉഷാറായി. ദാരിദ്ര്യം പിടിച്ച കുടുംബമാണ്. ഇതേപോലെ എല്ലാ ദിവസവും ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ല. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മിക്കവാറും ദിവസങ്ങളിൽ മുരിങ്ങ കറി എടുക്കും. ഉമ്മ മുരിങ്ങ ഒന്ന് നിർത്താനായാലും മോശം, എന്റെ കുട്ടി ഇത് കഴിച്ചോളൂ, എല്ലാം ശരിയാവുന്നൊരു കാലം വരും പറയും. സത്യമാണ്, ആ കാലം വന്നു. ഇപ്പൊ എനിക്ക് ഈ ഭൂമിയിൽ ഒന്നിനും ഒരു പ്രശ്നമല്ല. എന്റെ ആഗ്രഹങ്ങൾ 90% പൂർത്തിയാക്കി. ഞാൻ വിദേശത്ത് ഏകദേശം 18 വർഷം വർക്ക് ചെയ്തു. 14 വർഷം സൗദി അറേബ്യയിലും, 3 വർഷം ദുബായിലും, 2 ഹജ്ജ് ചെയ്തു, 18 ഉംറ ചെയ്തു. ഇതെല്ലാം എനിക്ക് ഭാഗ്യമുണ്ട്. അതുപോലെ എന്റെ ഉമ്മച്ചിയെ ഹജ്ജ് ചെയ്യിപ്പിച്ചു, ഉംറ ചെയ്യിപ്പിച്ചു. എല്ലാം ഭൂമിയിൽ ഒരു മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ എന്റെ ഉമ്മച്ചി പറഞ്ഞ പോലെ പൂർത്തിയായി. അങ്ങനെ സുബ്രഹ്മണ്യനെ ഒരു ദിവസം സ്കൂൾ വിട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു, സാദി ഓണത്തിന് നീ വരണം. എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ഓണത്തിന് വിളിക്കുന്നത്, എന്റെ ബാല്യകാല കൂട്ടുകാരൻ. ഞാൻ വീട്ടിൽ പോയി ഉമ്മയോട് സന്തോഷത്തോടെ പറഞ്ഞു, ഓണത്തിന് ചെല്ലാൻ പറഞ്ഞു സുബ്രഹ്മണ്യന്. സുബ്രഹ്മണ്യൻ എന്താ കൊടുക്കുക ഗിഫ്റ്റായിട്ട്? അന്നത്തെ കാലത്ത് ഗിഫ്റ്റും ഇല്ല, ഗിഫ്റ്റ് പേപ്പറും ഇല്ല, ഒന്നുമില്ല. ആലോചിച്ച് നോക്കുക. എന്നെ ഇവിടെ 10 വർഷമായിട്ട് അറിയുന്ന ആളുകളുണ്ട്, 32 വർഷമായിട്ട് അറിയുന്ന ആളുകളുണ്ട്. ഹസീന, സുനി, അവരൊക്കെ എന്റെ കൂടെ പഠിച്ചതാണ്. 32 വർഷമായിട്ട് എന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ആളുകളുണ്ട്. പക്ഷെ 17 വർഷം ഞാൻ എങ്ങനെയായിരുന്നു ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല. വളരെ കഷ്ടപ്പാടും വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. ഉമ്മച്ചിനോട് എന്നിട്ട് പറഞ്ഞു, സുബ്രഹ്മണ്യൻ ഉമ്മ ഗിഫ്റ്റ് കൊടുക്കുക. ഉമ്മാന്റെ കുട്ടിക്ക് എന്താ കൊടുക്കുക? ഉപ്പാരുടെ അടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, പെരുന്നാൾക്ക് നീ എടുത്ത ഷർട്ട്, ഒരു വെള്ള ഷർട്ട് ഉണ്ട്, അതൊരു പേപ്പർ പൊതിഞ്ഞിട്ട് നീ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. എന്റെ ഷർട്ട് ഞാൻ കാത്തു സൂക്ഷിക്കുന്ന, എല്ലാ വെള്ളിയാഴ്ചയും ഉപ്പച്ചിന്റെ കൂടെ പള്ളിയിൽ പോകുമ്പോ എന്റെ പുന്നാര ഷർട്ട് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ ഷർട്ടും പൊതിഞ്ഞിട്ട് ഓണത്തിന്റെ ദിവസം സുബ്രഹ്മണ്യന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സുബ്രഹ്മണ്യന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പടി കയറി ചെല്ലുമ്പോ അവിടെ ഓണമില്ല, സദ്യയില്ല, പായസമില്ല, ഒന്നുമില്ല. ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി. മെല്ലെ ചോദിച്ചു, എന്താ ഒരു പരിപാടി ഇല്ല സുബ്രഹ്മണ്യൻ? സുബ്രഹ്മണ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സബൂറാകെ എല്ലാം ശരിയാവും. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ സുബ്രഹ്മണ്യന്റെ അച്ഛൻ തോർത്തുമുണ്ടിൽ കുറച്ച് അരിയും പച്ചക്കറിയും ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹം തെങ്ങ് കയറ്റക്കാരനായിരുന്നു. വിയർത്ത് കുളിച്ച് എന്നോട് പറഞ്ഞ സാധ്യത ഇരിക്കട്ടെ, ഒപ്പം ശരിയാവും. സുബ്രഹ്മണ്യന്റെ അമ്മ 1/2 മണിക്കൂർ കൊണ്ട് പായസവും സാമ്പാറും ചോറും എല്ലാം റെഡിയാക്കിയിട്ട് ഒരു വായ എനിക്കും സുബ്രഹ്മണ്യനും വിളമ്പി തന്നു.
എല്ലാം കഴിഞ്ഞിട്ട് സുബ്രഹ്മണ്യൻ ആ ഗിഫ്റ്റ് കൊടുത്തപ്പോ സുബ്രഹ്മണ്യൻ പറയാണ്, സതി എനിക്ക് ആദ്യമായിട്ടാണ് ഈ ദുനിയാവിൽ ഒരാൾ ഗിഫ്റ്റ് തരുന്നത്. അന്ന് തുടങ്ങി വെച്ചതാണ് ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് വലുതാണോ ചെറുതാണോ എന്നല്ല, ഗിഫ്റ്റ് നൽകുമ്പോ ആ നൽകുന്ന ആളുടെ മുഖത്ത് കാണുന്ന പ്രകാശമാണ് ഗിഫ്റ്റിന്റെ ക്വാളിറ്റി. ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് ഗിഫ്റ്റ്, എന്ത് ഗിഫ്റ്റ് എന്നല്ല, ആർക്ക് നൽകുന്നതല്ല, നൽകാനുള്ള ഒരു മനസ്സ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കുക, മക്കൾക്ക് കൊടുക്കുക, ഫ്രണ്ട്സിന് കൊടുക്കുക, നിരന്തരം ഗിഫ്റ്റുകൾ കൊടുക്കുക. കാരണം എന്തിനാണ് നമ്മളിങ്ങനെ മസിലൊക്കെ പിടിച്ചിട്ട് ആകെ കുറച്ച് കാലം ഈ ഭൂമിയിൽ ജീവിക്കുള്ളൂ. ഗിഫ്റ്റുകൾ കൊടുത്താൽ ഗിഫ്റ്റ് ശീലാക്കുക. അങ്ങനെ സുബ്രഹ്മണ്യനോട് ഗിഫ്റ്റ് കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ സുബ്രഹ്മണ്യന്റെ അമ്മ എന്റെ കവളത്ത് മാറി മാറി 2 മുത്തം നൽകിയിട്ട് പറഞ്ഞു, സതി നീ എന്റെ കുഞ്ഞാണ്, നീ എന്റെ കുഞ്ഞാണ്. അപ്പൊ ഞാൻ എന്റെ ഉമ്മച്ചിന്റെയും കുഞ്ഞാണ്, സുബ്രഹ്മണ്യന്റെ അമ്മയുടെയും കുഞ്ഞാണ്. എൻ്റെ അച്ഛന്മാരെ, അമ്മമാരെ, ഈ സ്നേഹ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സാധിക്കാതെ വീഡിയോ ഒക്കെ കാണും ഇടയ്ക്ക്. അതുപോലെ തന്നെ സാധിക്കാതെ പരിചയമൊന്നുമില്ലായിരുന്നു. മിശ്രയാണ് എന്നെ സാധിക്കാതെ പരിചയപ്പെടുത്തി തന്നത്. അപ്പം സ്നേഹ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഞാൻ ഒത്തില്ല. വെറുതെ ഒന്നും ഞാൻ പല ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു. പക്ഷേ ഇപ്പം ഞാൻ ഈ സ്നേഹതീരത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ അറിയില്ല, വല്ലാത്തൊരു സന്തോഷം. ഇന്ന് വരെ അനുഭവിക്കാത്ത, ഞങ്ങൾ സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ഒക്കെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ സ്നേഹ വീട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ജോലി കഴിഞ്ഞ ഉടനെ തന്നെ സ്നേഹ വീട്ടിൽ കയറാനുള്ള തയ്യാറെടുപ്പാണ്. വൈകുന്നേരം ആയാൽ എന്തെങ്കിലുമൊക്കെ സ്നേഹ വീട്ടിലുള്ളവർക്ക് സംസാരിക്കണം. അങ്ങനെയൊക്കെയാണ് സ്നേഹ വീടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് സാധിക്ക എല്ലാ കാര്യവും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ജീവിതാനുഭവങ്ങൾ കൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. ജനിച്ചിട്ട് 3 മാസമായപ്പോൾ പോളിയോ വന്നതാണ് എനിക്ക്. പോളിയോ വന്ന് അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി. പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളും ഒക്കെ ഒരുപാട് സാധിക്ക പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു നിലയിലെത്തിയതാണ്. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. പിന്നെ ഒരു ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ് സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ. അവരെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ട് ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നതോടെ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് എന്നെങ്കിലും വീണ്ടും എവിടെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമായി പ്രതീക്ഷ തൻ പോളിയോ വന്നിട്ട് അരക്ക് താഴെ തളർന്നു പോയ ഒരാളാണ് ഞാൻ. 1.5 വയസ്സ് കാലം എന്ന് പറയുമ്പോൾ ഉപ്പയുടെ വീട്ടിലും ഉമ്മയുടെ വീട്ടിലും ആദ്യമായിട്ട് ഒരു കുഞ്ഞ് പിറന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം കല്യാണം കഴിഞ്ഞ് 3 വർഷത്തോളം മക്കളില്ലാതെ ഒരു മക്കളുണ്ടായി. ആഗസ്റ്റ് 15 ആഗസ്റ്റ് 15 10 മണി ആയപ്പോൾ ഒരു കുഞ്ഞ് പിറന്നു. ഭയങ്കര സന്തോഷമായി. കാരണം ആഗസ്റ്റ് 15 അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതുപോലെ തന്നെ ഉമ്മക്കും ഉപ്പക്കും സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ അവരുടെ സ്വാതന്ത്ര്യം 1.5 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവരുടെ സ്വാതന്ത്ര്യം പോയി. അപ്പൊ സന്തോഷത്തോടു കൂടി ഇവരെല്ലാം എടുത്ത് കളിപ്പിച്ച് രോമനിച്ച് സന്തോഷിച്ച് അങ്ങനെ ജീവിതം കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു പനി. എന്താണ് ഈ പനി എന്നറിയാതെ ഇവര് നെട്ടോട്ട് മൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. എന്താണ് പനി? കുറയുന്നില്ല. ഡോക്ടർക്ക് കൊണ്ടുപോയി, കുറയുന്നില്ല. ഇഞ്ചക്ഷൻ വെച്ചു, കൊണ്ടുപോയി, ഒന്നും കുറയുന്നില്ല. അങ്ങനെ ഇവരോട് പറയാണ് 24 മണിക്കൂർ അതിൻ്റെ അടുത്ത് ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. ഞങ്ങൾക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം തളർന്നു, ഉമ്മ തളർന്നു, ഉപ്പ തളർന്നു, കുടുംബം മൊത്തം തളർന്നു. ആർക്കും ജീവിക്കണ്ട. ഉമ്മ പോയി വാതിലടിച്ചു, അകത്ത് ചെന്നു, എനിക്കിനി ജീവിക്കണ്ട, ഞാൻ പുറത്തേക്ക് വരില്ല. ഉപ്പ സമാധാനിപ്പിച്ചു, നീ പുറത്തേക്ക് വാ, നമ്മളെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല, നീ വാ. ഉപ്പ കരഞ്ഞു, ഉമ്മ കരഞ്ഞു, കുടുംബത്തിൽ എല്ലാവരും മനസ്സിലായി ഭക്ഷണമല്ല, വെള്ളമില്ല. അങ്ങനെയാണ് ഉമ്മന്റെ അമ്മ ഉണ്ട്, ഒരുപാട് സ്നേഹമായിരുന്നു. ഉമ്മന്റെ ഉമ്മ മരിച്ചിട്ട് 15 വർഷമായിട്ടാണ്. എന്നെ ജീവനും തുല്യം സ്നേഹിച്ചു. ഉമ്മ നിസ്കാരം കരഞ്ഞു കണ്ണീര് തോർന്നു ഇങ്ങനെ ഒഴുകിപ്പോയി. ഉമ്മ പറഞ്ഞു, ഞാൻ ജീവിക്കില്ല, എന്റെ കുട്ടിയില്ലാതെ ഞാൻ ജീവിക്കില്ല. എന്റെ കുട്ടിയെ മെഡിക്കൽ കോളേജ് ഐസിയു നിന്ന് പുറത്തേക്ക് ചിരിക്കുന്ന മുഖത്തോട് കൂടി കൊണ്ടുവരണം, എന്നാലേ ഞാൻ ജീവിക്കുള്ളൂ. സമാധാനിപ്പിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു, സന്തോഷിക്കാട്ടോ, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരറിഞ്ഞില്ല. നോക്കി എന്താ സംഭവിക്കുന്ന നോക്കി, ഒന്ന് എടുത്ത് പൊക്കി നോക്കി.
അപ്പോഴേക്കും ഡോക്ടർ എടുത്ത് ഇങ്ങനെ പൊക്കി നോക്കിയപ്പോൾ മരുന്നിന്റെ താഴെ ഇങ്ങനെ ആടിപ്പോയി. അവരറിഞ്ഞില്ല. ഇഞ്ചക്ഷൻ വെച്ച് പനി കുറയാൻ ഇഞ്ചക്ഷൻ വെച്ചു. അതിന്റെ താഴേക്ക് തളർന്നത് അവരറിഞ്ഞില്ല. തളർന്നു പോയി. കിടന്ന കിടപ്പിലായി. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പിന്നെ എല്ലാം വിറ്റു. എന്റെ തറവാട്ടിൽ 3-4 ഏക്കർ സ്വത്തുണ്ടായിരുന്നു. അതെല്ലാം വിറ്റ് ചികിത്സിച്ചു. അവര് പറഞ്ഞു എന്ത് തന്നെ എല്ലാവർക്കും കൃത്യമായ നമസ്കാരം. സ്നേഹജീവിതത്തിൽ ആര് ഒത്തുകൂടുക എന്ന് പറയുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് അത് എന്തെന്നില്ലാത്ത സന്തോഷവും ഒരു പ്രചോദനവുമാണ്. കാരണം തിരക്ക് പിടിച്ച ലോകത്തുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് സുഖവും സൗകര്യങ്ങളും തേടിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അതിൽ നിന്ന് ഒത്തിരി നേരം ഇത്തരം കൂട്ടായ്മയും സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ ഏറെ നിർവഹിക്കേണ്ടതാണ്. സ്നേഹവീടിന്റെ നിധിയായ സ്നേഹപുഷ്പം സ്മിത കൂടി തന്റെ സ്നേഹവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനും തന്റെ മനസ്സിലുള്ള സ്നേഹം സഹജീവികൾക്ക് പകർന്നു നൽകാൻ ഒരവസരം തന്നതിന് മാരിവില്ലിന്റെ ശോഭയോടെ തന്റെ റോൾ മോഡലായി തിളങ്ങി നിൽക്കുന്ന സാദി ഇന്ത്യക്ക് അങ്ങനെ പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് കൈയൊപ്പ് പതിക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തിന് കൊടുക്കാൻ പൊന്നാടയാണ് ശ്രീദേവി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. അത് നൽകുന്നതിനായി അനിൽകുമാർ അരിക്കുളത്തിനെയും സാദിയെയും സ്നേഹപൂർവ്വ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാധിക്കുമെങ്കിൽ ഞങ്ങളൊരു കിരീടം സമ്മാനിക്കുകയാണ്. കിരീടവും ചെറുപ്പമായിട്ട് നയവീടനെ പാടാൻ കഴിയും. ഞാനാകെ എന്താ പറയുക എക്സൈറ്റഡ് ആയി പോയി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഒരു സമ്മാനങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഭാര്യയുടെ അടുത്ത് നിന്ന് മക്കളുടെ അടുത്ത് നിന്ന് വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ. പക്ഷെ ആരും തരാറില്ല, എന്തോ അറിയില്ല. പക്ഷെ ഞാൻ ആയിരക്കണക്കിന് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നെനിക്ക് ഈ ഒരു വലിയ വേദിയിൽ വെച്ച് നമ്മുടെ സ്മിത തന്ന ഈ ഒരു സമ്മാനം എനിക്കതിന് അർഹനാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് തരേണ്ടത് ഇങ്ങനെയുള്ള സമ്മാനങ്ങളല്ല, എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ചാലിച്ച സ്നേഹം മാത്രം മതി. വില കൂടിയ സമ്മാനങ്ങളൊന്നുമില്ല എങ്കിൽ പോലും
അവരെ സ്നേഹത്തോടെ തന്ന ഈ സമ്മാനം എൻ്റെ ഹൃദയത്തോടെ ചേർത്ത് വെക്കുന്നു. താങ്ക് യു. സത്യം പറഞ്ഞ ഇതെന്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ ജനിച്ചപ്പോ എങ്ങനെയായിരുന്നു, ഒരു നിക്കറും ഒരു ടീഷർട്ടും ഒക്കെ ഉണ്ടാവുള്ളൂ, അതങ്ങനെ അനക്കി വീണ്ടും പോലെ. എന്തായാലും എന്റെ കുട്ടിക്കാലം തിരിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ സബിതയുടെ പൊന്നു മോനെ ഒരു ഞങ്ങളുടെ സൈനാട്ടോ, ഒരു ആയുസ് രൂപകൾ കൊടുത്താണ്. ബി ഫോർ വിക്ടറി നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് വെക്കുക. അതായത് ഹൃദയത്തിന്റെ വിജയം എന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങളുടെ പുതിയ സൈനാണ്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാതെ എങ്ങനെ സൈൻ ചെയ്യാൻ പറ്റും? കാരണം ലേഡീസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഇതാണ് വി. ഇവിടെയാണ് നമ്മുടെ ഹൃദയം ഉള്ളത്, ഇടത് ഭാഗത്ത്. വി ഇവിടെ. താങ്ക് യു. അടുത്തതായി സുനിത മോത്തകം. സുനിത സുനിത മോത്തയിലാണ് 32 വർഷമായിട്ട് എന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന കുട്ടി. സുനിതക്ക് 2 വാക്ക് പറയില്ല. സാദി ഞാനും ഒപ്പം പഠിച്ചതാണ്. 32 വർഷത്തെ പരിചയമുണ്ട്. പിന്നെ പഠിത്തം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് അകന്നു. ഇപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളെ SSC ബാച്ചിന്റെ പരിപാടിയിൽ വെച്ച് കണ്ടുമുട്ടി. അന്ന് മുതൽ ഇന്ന് വരെ സാദിയുടെ കൂടെയാണ്. സാദി ഓരോ പ്രവർത്തനത്തിന് വിളിക്കുമ്പോഴും നോ എന്ന് പറയലില്ല, എസ് എന്നേ പറയുള്ളൂ. എല്ലാം കഴിയുന്ന എല്ലാ പ്രവർത്തനത്തിനും സാദിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ഈ സ്നേഹ കൂട്ടായ്മയിൽ എനിക്ക് സാദി 2ാമത്തെ സമ്മാനമാണ് തരുന്നത്. ജീവിതത്തിൽ പല സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി ആദ്യമായി കിട്ടിയ മൊമെന്റോ നല്ല മൊമെന്റോ ആയിരുന്നു. ഇനിയും അതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും പാവങ്ങൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എനിക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ കഴിയില്ലെങ്കിലും എന്റെ തടി കൊണ്ട് ഞാൻ സാദി ഈ സ്നേഹ കൂട്ടായ്മയിലുള്ള എല്ലാ കൂടക്കർക്കുകളും വിളിച്ചാലും എനിക്ക് എത്ര കഴിയുന്നത് ഞാൻ എത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമ്മാനിച്ച ആളാണ്. ഞാൻ അക്ബറിനെ കാണാൻ കോട്ടക്കിൽ പോയി, ഒരു ചെറിയ സമ്മാനം കൊടുത്തു. അക്ബറിന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, സാദിക്ക നമ്മുടെ അക്ബർ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, 17 വർഷമായിട്ട്. അവനോട് ഞാൻ ദിക്ർ ചൊല്ലാൻ പറയും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറയും, അവൻ പറയും മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ സാരില്ല, 17 വർഷമായിട്ട് കിടന്ന കിടപ്പല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആരിഫ് അഫ്സൽ എന്റെ മുത്താണ്. കാരണം എന്താ വെച്ചാൽ ആരിഫ് അഫ്സലിന്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിരുന്നു. ആരിഫ് അഫ്സലിന്റെ ഏറ്റവും വലിയ ഡ്രീം കാൽപന്ത് കളിയായിരുന്നു. പെണ്ണിനെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കാൽപന്തിനെ സ്നേഹിച്ച ആരിഫ് അഫ്സൽ എടപ്പാള്. ആരിഫ് അഫ്സൽ എടപ്പാളല്ല, എന്താണ് കുമരനെല്ലൂരിന്റെ പ്രിയപ്പെട്ട പുത്രനാണ്. ആരിഫ് അഫ്സലിന് 2-3 ക്വാളിറ്റി ഉണ്ട്. വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ പരിചയപ്പെട്ട സ്നേഹവീടിന്റെ കൂടെ അന്നും ഇന്നും നിൽക്കുന്ന ഒരു സ്നേഹപുഷ്പമാണ്. അതിനപ്പുറത്ത് എപ്പോഴും പിന്നെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് കണ്ട് സാധിക്ക എന്താ വേണ്ടി ഏതാ വേണ്ടി. പുള്ളിക്കാരനെ നെസ്റ്റോ മാളിൽ ഊത് ഗാലറി എന്ന് പറയുന്ന വലിയ അത്തരത്തെ ഷോപ്പുണ്ട്. അത്ര കൊടുത്തിട്ടുണ്ടാ? അത്ര കൊടുത്ത് കിട്ടാം. നമുക്ക് എല്ലാവർക്കും നോക്കാം അത്ര എങ്ങനെയുണ്ട്. അപ്പോ ഇതെന്റെ അനിയനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അനിയനില്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോ ആരിഫ് അഫ്സൽ ദുനിയതൊക്കെ അനിയന്മാരാണ്. 2 വാക്ക് പറയും. വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹവീടിന്റെ ഡയറക്ടർ സാദി ഇന്ത്യ, മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹോദരന്മാരെ, കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. നമ്മൾ സ്നേഹവീടിനെ പറ്റി എല്ലാവരും പറഞ്ഞല്ലോ. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സ്നേഹവീടിന് വന്നിട്ട് ഒരുപാട് നമുക്ക് നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി, ഒരുപാട് ചാറ്റ് ചെയ്യാൻ പറ്റി. ഇതിനെല്ലാം ഒരു അവസരം തന്നത് നമ്മുടെ സാദി ഇന്ത്യയാണ്. ഈ കൂട്ടായ്മക്ക് രൂപം കൊണ്ടത് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആരിഫ് അഫ്സലിന്റെ സംഘാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ അവരെ സ്നേഹം കാണുമ്പോൾ എനിക്ക് കൊതി തോന്നാറുണ്ട്.
ഗൾഫിലെ ജിദ്ദയില് മക്കയിലായിരുന്ന കാലത്ത് സൗദി അറേബ്യയിലെ അവർ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കും, ഒരുമിച്ച് റൂമിൽ ഭക്ഷണം കഴിക്കും. അന്ന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അവർ മക്കത്ത് വെച്ച് സ്നേഹവീടിന്റെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഒരു അറബ് വേഷത്തിലൊക്കെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഓർക്കുന്നുണ്ടത്. എന്താണ് സ്നേഹം എന്ന് അറിയണമെങ്കിൽ, സ്നേഹത്തിന്റെ പര്യായം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആരിഫ് അഫ്സലിനെയും ജുനൈദിനെയും കണ്ടാൽ മതി. കാരണം അത്രമേൽ അവർ അന്നും ഇന്നും ഇതേപോലെ ബ്രേക്ക് ആവാതെ സ്നേഹിക്കുന്ന ആളുകളാണ്. സ്നേഹം പലവിധമുണ്ട്. എന്തെങ്കിലും ആഗ്രഹിച്ചുള്ള സ്നേഹങ്ങൾ അല്ലേ, നമ്മളെ ക്യാഷ് കണ്ടിട്ട്, സൗന്ദര്യം കണ്ടിട്ട്. പക്ഷെ ഇവരെ സ്നേഹം എന്ന് പറയുന്നത് പവിത്രമായ സ്നേഹമാണ്. ആ സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ. They are the best friends in the world. Thank you, Junaid. ബുദ്ധിമുട്ടാണ്, പക്ഷെ കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അനിൽ അരിക്കുളം. സത്യം പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. എനിക്ക് ആരാണ് നന്മ ചെയ്യുന്ന പാർട്ടി ഓരോപ്പം ഞാൻ നിൽക്കും. അത് ഈവൻ BJP ആണ്. എനിക്ക് നന്മ ചെയ്യുന്ന ആളുകൾ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയമാണ് എനിക്ക്. എന്താണെങ്കിലും അനിൽ നിങ്ങൾക്ക് ആശംസ അറിയിക്കും. പ്രിയപ്പെട്ട സ്നേഹവീട്ടിലെ ചംസുകൾ, ഞാൻ അങ്ങനെയാണ് അധികം പറയാറില്ല. സ്നേഹവീട്ടിൽ ഞാൻ എത്തിപ്പെട്ടിട്ട് എനിക്ക് പറയാൻ വെച്ചാൽ ഒരു വർഷമായിട്ടുണ്ട്. നമ്മുടെ സുനിൽകുമാർ കൊയിലാണ്ടിയുടെ കെയർ ഓഫിലായിരുന്നു ഞാൻ സ്നേഹവീട്ടിൽ എത്തിച്ചേർന്നു. ഞാൻ സാദിന്റെ പറഞ്ഞതുപോലെ ഏക രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയം നല്ല രീതിയിൽ എൻ്റെ മനസ്സിലും ശരീരത്തിലൊക്കെ ഉണ്ട്. പിന്നെ സ്നേഹവീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സാദിന്റെ പ്രവർത്തനങ്ങൾ, പ്രഭാഷണങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ളൊരു മനസ്സ്, അതെല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ അദ്ദേഹം ഒരു റിയൽ ഹീറോ തന്നെയാണ്. പാണ്ടിക്കാട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്. ചേച്ചിമാര്, ഏട്ടന്മാര് എല്ലാവരും വർത്തമാനം പറയും, ചോദിക്കും, കളിക്കും, ഞങ്ങൾ പാട്ട് പാടും. അങ്ങനെ അപ്പൊ നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടതിൽ അച്ഛന്മാരെ അമ്മമാരെയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഇടുക്കി അവർക്കൊരു ഉപഹാരം നൽകുകയാണ് പ്രിയപ്പെട്ട അനിൽ അരിക്കുളം. അത് നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സുനിൽ കൊയിലാണ്ടിനെയും ഒന്ന് സാധികൾക്ക് കൊടുക്കുകയാണ്. അത് സ്നേഹപൂർവ്വം സാധിക സ്വീകരിക്കുന്നത്. എപ്പോഴും മോട്ടിവേഷന്റെ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഗ്രൂപ്പുകൾ സംസാരിച്ച് നമ്മളൊക്കെ ഇൻസ്പിറേഷൻ ആകുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ആരിഫ് അഫ്സൽ, ഹലോ. ഞാന് ഇതാണ് എന്റെ മക്കള്. ഞാൻ പുള്ളിക്കാരന്റെ ബിസിനസ്സാണ് അത്തറിന്റെ. അവിടെ 35,000 രൂപ വരെ വിലയുള്ള അത്തറുകളൊക്കെ ഉണ്ട്. അപ്പോ സൗദികളൊക്കെയാണ് അത്തറിനെ കൂടുതൽ സ്നേഹിക്കുന്നത്. ജുനൈദ് നിങ്ങൾ ഇരിക്കുന്നോടത്ത് വന്ന് തരും. എല്ലാവർക്കും കൊടുത്തോളൂ. ആരിഫ് അഫ്സലും ജുനൈദ് കൊടുത്തോളൂ. താങ്ക് യു. ഇവിടെ കൊടുക്കും, ആദ്യം ചങ്കിന് കൊടുക്കും, ആദ്യം ഇവിടുന്ന് കൊടുത്തു പോയിക്കോളി. ഓക്കെ. ഇതില് ചിലപ്പോ അത്ര യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. കാര്യം ശ്രദ്ധിക്കുക. വേണ്ടാത്തവര് നിങ്ങളുടെ റാഷിദ് ഭായി തന്നെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. എനിക്കറിയില്ല ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളൊരു സമ്മാനം തരുമ്പോൾ നമ്മൾ ഒരിക്കലും വാങ്ങാതിരിക്കരുത്. ഇവിടെ ബിസ്ക്കറ്റ് കൊടുത്തു, പലരും പറഞ്ഞു VIP ആയിട്ട്, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു സാധനം കൊണ്ടുവരുമ്പോൾ അത് മിഠായി ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും ഒരു പീസ് എടുക്കുക, കഴിക്കുക. താങ്ക് യു. ഓക്കെ, നമ്മളെ സമയം കളയാനുള്ള ഈ പാട്ട് നമ്മളെ ബർത്ത്ഡേ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും ഇവിടെ വരിക. 2025 മെയ് 3 എന്റെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ തീർച്ചയായിട്ടും ഇവിടെ ആഘോഷിക്കും വളരെ വിപുലമായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. പ്ലസ് എന്റെ വക വലിയൊരു തുകയും ഞാൻ കൊടുക്കും. This what I can promise because he is very near to me and dear to me. Thank you. ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മിസ്ല പാവൽ മുൻകൂട്ടി പിന്നെ ഇവിടെ എത്തി
എത്തിച്ചേർന്ന സ്നേഹവീടിൻ്റെ എല്ലാമായ ഓരോ അംഗങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹതീരത്തിൻ്റെ അതിഥികളെയും ആദ്യമായി അഭിസംബോധന ചെയ്തു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇത്രത്തോളം ഗംഭീരമാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സാദി എന്റെ സുഹൃത്ത് എന്നോട് ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഈ ഒരു ചെറിയൊരു 35 പേര് മാത്രം ഒതുങ്ങുന്ന ഒരു സദസ്സായി മാത്രം കണ്ടു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മുൻധാരണയുടെ തെറ്റ് എന്ന് പറയാം. ഈ സ്നേഹവീടിനെ കുറിച്ച് പറയുമ്പോൾ സ്നേഹവീട് എന്നുള്ളത് 2015 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ വാട്സപ്പ് കൂട്ടായി. അതിനു മുമ്പ് തന്നെ ഖത്തറിൽ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ഒരു 50 ലക്ഷം രൂപ പിടിച്ചുകൊണ്ട് കൂട്ടായ്മ. സ്നേഹവീടിന്റെയും സ്നേഹതീരത്തിന്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടും തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി എന്നുള്ളതാണ്. രണ്ടിന്റെയും പ്രവർത്തനം ഒരു വണ്ടിയുടെ ചക്രം പോലെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് രണ്ടിന്റെയും പ്രവർത്തനം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാ അങ്ങകലെ കണ്ണൂരിൽ നിന്ന് വന്ന മുബീന ആൻഡ് ഷക്കീന ഇവർക്ക് വേണ്ടി സാരിക ഒരു ചെറിയ സ്നേഹോപഹാരം നൽകുന്നു. ഇവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധി ഇന്ത്യ അല്ലെങ്കിൽ സ്നേഹവീട് കാര്യം പറയുമ്പോഴും അത് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് അവർക്കേ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് എങ്കിൽ പോലും അപ്പൊ ഞാൻ പറയും മുബി ചെയ്യേണ്ട എന്ന് പറയലാണ്. അത്രയും നല്ലൊരു മനസ്സിനുടമയാണ് മുബി. 2 വാക്ക് സംസാരിക്കും. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നിയത്. എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഇവരൊക്കെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. പിന്നെ ഇത് സഹായിക്കണമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന് ഇനിയും മുന്നോട്ടുള്ള ഇതിലേക്ക് വരാനുള്ള ഭാഗ്യം പഠിച്ചവനെ നമുക്ക് നൽകട്ടെ. അതേ പറയാം. നമുക്ക് ഇവർ വരും എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു ഫ്ലവർ കൊടുത്തപ്പോൾ തൽക്കാലം സ്വീകരിക്കാം. സത്യത്തില് ഇന്നത്തെ അവനാന്റെ പ്രദേശങ്ങളിൽ ആരില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ നമ്മളെ ജീവിതം മാത്രം നോക്കിയാൽ പോരാ, നമ്മള് മറ്റുള്ളവർക്ക് ഞാൻ എനിക്ക് വേണ്ടിട്ട് ജീവിച്ചിട്ടില്ല. കാരണം 16 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു ഭാര്യയായി വന്ന് ഗൾഫുകാരുടെ ഭാര്യയായി ജീവിച്ച് 4 കുട്ടികളൊക്കെ വെച്ച് 36 വയസ്സാകുമ്പോൾ ഭർത്താവ് മരിച്ചു കിടക്കുന്ന സ്ഥലം. പക്ഷെ ആ ധൈര്യത്തില് ആ ടൈമിൽ RCC കിടക്കുന്ന സമയത്ത് ഞാൻ മുമ്പടി നോക്കി മറ്റുള്ളവരെ നോക്കി പഠിച്ചതിന് ശേഷം ഞാൻ ആകെ തയ്യാറായി. എന്നിട്ട് ഞാൻ കിട്ടിയില്ല, കൈ കിട്ടിയില്ല. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ഞങ്ങള് ആരില്ലാത്ത ഇങ്ങനെ പോയി അവർക്ക് വേണ്ടിയിട്ട് കാലോചിച്ചവരെ നോക്കും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ സെക്രട്ടറിയായാലും സച്ചിനാലൊക്കെ തന്നെ VIP ഫാമിലിയാണ്. ഇവിടെ തന്നെ ഫാമിലികളല്ല. അപ്പൊ നമ്മൾ ഓരോ പ്രദേശത്തും കാരണം നമ്മളിങ്ങനെ ഓടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോ വാർഡുകളിലും നമ്മള് ഈ ആളുകളില്ലാണ്ട് സത്യത്തിൽ വളരെ വേദന അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ഓരോരുത്തർ പോവുക, ഓരോ ആലോചിക്കുക, സങ്കടപ്പെടുത്താതിരിക്കുക. അപ്പം ഈ ഒരു തുടങ്ങാൻ കാരണം മാനസികമായിട്ട് ഉമ്മയും മോനൊക്കെ വിഷമിപ്പിക്കുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് വിളിച്ചു നോക്കി. പക്ഷെ എല്ലാവർക്കും ഒപ്പിട്ട് കൊടുക്കണം. ഒപ്പിട്ടെടുക്കാൻ തയ്യാറില്ല. നമ്മൾ തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ ആ തുടങ്ങിയാൽ പോയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ ഇവിടെ ഉള്ള ആളുകൾക്ക് നമ്മളെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. കൂടാണ്ട് എല്ലാ ആളുകളും അതിനെ
ഓക്കെ, കാരണം എന്താ വെച്ചാലേ എനിക്ക് സുലൈഖാത്തന്നെ സത്യം പറഞ്ഞ ഒരു പുരുഷനാണെങ്കിൽ ഇപ്പൊ ഞാൻ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, അവർ എനർജി കിട്ടാം. ഇതാ സുലൈഖാത്ത, ഇത് ഞങ്ങളുടെ സ്നേഹവീടിന്റെ ആര്യഫസൽ നൽകുന്ന ഒരു ഉപഹാരമാണ്. അതോടൊപ്പം കനിവ് തുടങ്ങാൻ കാരണക്കാരിയായ സ്നേഹത്തിന്റെ മാത്രം പ്രതീകം പറഞ്ഞില്ലേ, ഭർത്താവ് മരിച്ച കാര്യമൊക്കെ, എന്നിട്ട് തളരാതെ ആ വീടും നോക്കി, ഇവിടെ കനിവിലുള്ള ആളുകളെ നോക്കി, ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതാവാം നമ്മുടെ സുലൈഖാത്ത. ആരോഗ്യമുള്ള ജീവിതം നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, നമുക്ക് എല്ലാവർക്കും ഒരു സുലൈഖാത്ത ആവാൻ സാധിക്കട്ടെ. എല്ലാം കയ്യേറി കൊടുത്തത്. മിനി ചേച്ചി പുതുതായിട്ട് സ്നേഹ വീട്ടിലേക്ക് വന്നതാണ്. അതുപോലെ പ്രഭിത ഇനി വരാൻ പോകുന്ന ഒരു സ്നേഹപുഷ്പമാണ്. നമ്മൾ സ്നേഹ വീട്ടിലേക്ക് ബന്ധങ്ങൾ എഴുതി കൊണ്ടുള്ള കേട്ടോ. ഞങ്ങളുടെ 91-92 സ്കൂൾ ബാച്ചില് 100 ചില്ലുവാനും കുട്ടി സാദി ഇന്ത്യ സ്നേഹവീടിന്റെ സ്നേഹപുഷ്പമായ സ്മിതയ്ക്ക് ഏറ്റവും നല്ല പുഞ്ചിരിക്കുള്ള ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി താഹിറ എന്ന ബേബിയെയും അവരുടെ മകളായ ജിനുവിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞാൽ സമാധാനം കിട്ടും. ഈ പുഞ്ചിരിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല പുഞ്ചിരി സ്നേഹ വീട്ടിലെ കണ്ടത് 2024 goes to സ്മിത. ഏറ്റവും വലിയ ജീവിതത്തിൽ ആഗ്രഹമാണ് സാദി ഇന്ത്യയെ പോലെ ആവുക, നന്മ ചെയ്യുന്ന ഒരാളാവുക. അപ്പോ ആ കുഞ്ഞിനെ ഞാൻ കാണാൻ പോകുന്നുണ്ട്. അവനെ വീട്ടിൽ പോയി ഞാൻ തീർച്ചയായിട്ടും അനുമോദിക്കും. അതുപോലെ സ്മിതയുടെ ഹസ്ബൻഡ് സുരേഷ്, അവരൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രവാസ ലോകത്തിരിക്കുന്ന നൗഫല്, അങ്ങനെ ഒത്തിരി ആളുകളെ എല്ലാരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഹലോ, അടുത്തതായി സ്നേഹവീടിന്റെ സ്നേഹനാഥന് വേണ്ടി സ്നേഹവീടിന്റെ മക്കൾ നൽകുന്ന ചെറിയൊരു ഉപഹാരം. ഗിഫ്റ്റ് കണ്ട് നിങ്ങൾ ആകെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിശ്രയും ഹിന്ദും രണ്ടുപേരും പാടും. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു വർഷം കഴിഞ്ഞു. ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. നിസ്സാരമായിട്ട് ആനയുടെ ഒരു കുരു വന്നു. അത് ഞാൻ ബ്ലേഡ് കൊണ്ടാണ് ചെത്തിക്കളഞ്ഞു. അത് കയറി പഴുത്ത് പോയിസണായി. അന്ന് നോക്കിയപ്പോൾ ഷുഗർ നോക്കിയില്ല. നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വിവാഹത്തിന് അവർ ബാപ്പയില്ല ഉമ്മയില്ല. ആ കാര്യത്തിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്താൽ കല്യാണമായി. അപ്പോൾ കാർ ഓടിച്ചു. അപ്പോ ഇനി അടുത്തെന്താണ്? ഓക്കെ, ഇനി അടുത്ത് നമ്മളെ സ്നേഹവീട് ചാരിറ്റി 2024 അവാർഡിന് അർഹരായവരാണ് ഈ നിൽക്കുന്നത്. ഓക്കെ, ഇത് സാദി ഇന്ത്യ വ്യക്തിപരമായി നൽകുന്ന അവാർഡാണ്. എന്തിനാണ് അവാർഡ് നൽകുന്നത്? ഞാനൊരു കോടീശ്വരനായതുകൊണ്ടല്ല കേട്ടോ. എന്റെ സ്ഥിതിയൊക്കെ ബേബിക്കൊക്കെ അറിയാം. ഞാൻ സാധാരണ മനുഷ്യരാണ്. പക്ഷെ ഈ നൽകുന്നത് അവരുടെ സ്നേഹത്തിന്, അവർ ചെയ്ത നന്മക്ക് സ്നേഹവീടിനെ കൂട്ടുപിടിച്ചതിന് ചേർത്ത് നിർത്തിയതിന്, അതുപോലെ തന്റെ പ്രശ്നങ്ങളെ പോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണാനുള്ള ഒരു മനസ്സ് കുറഞ്ഞ കാലം കൊണ്ട് ഇവർ കാണിച്ചതിനാണ് ഈ ആദരവ് നൽകുന്നത്. അതോടൊപ്പം ഇവിടെ നൽകാത്ത കുറച്ച് ആളുകളുണ്ട്. അടുത്ത പ്രോഗ്രാമിന് അവരെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ തീർച്ചയായിട്ടും നൽകുന്നതാണ്. സോ അതിന്റെ വിശദമായിട്ട് നമ്മുടെ സവിത പറയുന്നു. ഞാൻ
സാധിക്കാനെ പരിചയപ്പെടുന്നതെന്ന് വെച്ചാല് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞാൻ സാധിക്കാനെ പരിചയപ്പെടുന്നത്. ഇങ്ങനെ സാധിക്ക ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ സാധിക്കാനെ പരിചയപ്പെട്ടത്. ഫോളോ ചെയ്ത് കൊണ്ടാണ് ഞാൻ പരിചയപ്പെട്ടത്. സാധിക്ക ചെയ്യുന്നത് ഫോളോ ചെയ്ത് സാധിക്കാന്റെ ബാക്കിൽ പോവുകയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോ ഒരു ദിവസം ഞാൻ ലൈവില് സാധിക്കാനെ കണ്ടു. അപ്പൊ ഞാൻ ലൈവിൽ കയറി. അങ്ങനെയാണ് സാധിക്കായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ സാധിക്കാനെ കാണണം, സാധിക്കാനെ വിളിച്ചു. അന്നൊക്കെ ഞാൻ എന്താ പറയാ ഒരുപാട് സങ്കടം സഹിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ നിൽക്കുന്നത് വീട്ടില്. അപ്പൊ സാധിക്കാനെ വിളിച്ചപ്പോ എനിക്ക് സത്യം പറയാൻ വെച്ചാൽ ഞാൻ പൊട്ടിക്കരിയാ ചെയ്ത്. എന്താ വെച്ചാൽ അത്ര സങ്കടത്തിലാണ് ഞാൻ അന്നുള്ളത്. അപ്പൊ സാധിക്ക കുറെ എന്നോട് പറഞ്ഞു, കരച്ചില് ഒന്നിനൊരു ഇതല്ല. അങ്ങനെ പറഞ്ഞ് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. കാണാൻ വന്നു, എനിക്ക് സമ്മാനം തന്നു. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷാണ്. പിന്നെ എന്നെ സ്നേഹ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പൊ എനിക്ക് അതിലേറെ സന്തോഷാണ്. എന്താന്ന് വെച്ചാല് എനിക്ക് കുറെ കൂടപ്പറപ്പുകളെ കിട്ടി. എനിക്ക് എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എല്ലാരും വിളിക്കുന്നുണ്ട്. സ്മിത ദുബായിൽ നിന്ന് ദിവസം എന്നെ വിളിക്കും. ദിവസം ഒരു പ്രാവശ്യം ഒന്നല്ല വിളിക്കുക, 2-3 പ്രാവശ്യം വിളിച്ചിട്ട് എന്താ ചെയ്യുന്നത് ചേച്ചി എന്ന് ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട്. ഭയങ്കര സന്തോഷം വെച്ചാല് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. മാത്രമാണ്. കാരണം എന്റെ രീതികൾ എങ്ങനെയാണ്, എന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നെ ഈ സ്നേഹവീട്ടിൽ കൊണ്ടുവന്നത്. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഞാൻ വളരെ പ്രയാസത്തിലും എന്റെ മക്കളെ കൂട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കാലത്ത് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ സാദിയോട് ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ സാദി എന്ന നന്മമരമായി എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും തളരരുത്, മുന്നോട്ട് കുതിക്കും. അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോ ഈ സ്റ്റേജിൽ, ഞാൻ ഇന്നേ വരെ എന്റെ മകനൊരു ഗായകനായിട്ട് പോലും ഞാൻ സ്റ്റേജിൽ നിന്ന് ഒരു മൈക്ക് പോലും വാങ്ങി സംസാരിച്ചിട്ടില്ല. ഇന്ന് ഇതിന് അവസരം തന്നിട്ട് ഞാൻ എന്ത് വാക്കുകളും കേട്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദി, നമസ്കാരം. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി റാഷി പള്ളിക്കരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, എൻ്റെ ഈ ചിരിയുടെയാണെങ്കിലും സങ്കടത്തിൻ്റെയാണെങ്കിലും ഒക്കെ എല്ലാത്തിനും കാരണം ഇവിടെയുള്ള അച്ഛന്മാരും അമ്മമാരുടെയൊക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ ഒക്കെ സഹകരണത്തോടെ ഒക്കെ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് മാത്രം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സേവനം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ മാത്രമാണ് ഈ കഴിവ് സ്നേഹതയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ സാദി കണ്ട ആ ചിരി എന്ന് പറയുന്നത് ഈ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ചിരിയായിട്ട് മാത്രമേ കണ്ടാറുള്ളൂ. പിന്നെ എനിക്ക് ഇപ്പോൾ സാദി തന്ന ഈ ഒരു മൊമെൻ്റ് എന്നുള്ളത് ഞാനിവിടെയുള്ള അച്ഛന്മാർക്കും അമ്മമാർക്കും അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള കെയർടേക്കർമാരായ ആളുകൾക്കൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ താങ്ക്സ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയമായിരുന്നു മൊമെൻ്റോ എന്നുള്ളതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഇവിടെയുള്ള സ്നേഹം മാത്രം, ഇവിടെ വന്നിട്ടുള്ള സ്നേഹം മാത്രമാണ്. സ്നേഹം വീണ്ടും സാധിക്കൊക്കെ ഒരുപാട് താങ്ക്സ്. എല്ലാവരും ആശംസകളും. സലീമിനും ഗംഗാധരനും കൊടുക്കുന്ന ഡ്രസ്സുകളാണത്. ഓക്കെ, അൻഷിഫ, സമീന വരൂ, നിറഞ്ഞ കൈയ്യടി. എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം ഇന്നു ആടി മണ്ണിലാണല്ല. ആ പൂമുഖം മനസ്സിൽ തെളിയുമ്പം നീറുന്നല്ല.
സഫിയാത്തയാണ് രണ്ടുപേരും. എൻ്റെ ഉമ്മാക്കും വേണ്ടി, എനിക്ക് വേണ്ടിയല്ല. സഫിയാത്ത നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നു. സമ്മാനങ്ങൾ കൊടുത്തോളെ, അങ്ങനെ കൊടുത്തോളെ, കൈ കൊടുത്തോളി, വേറെ കൈ കൂടി കൊടുത്തോളി, വാങ്ങിച്ചു കൊടുത്തോളി. ഇതാണെങ്കിൽ കനമുള്ളതാണെന്നും കനമില്ലാത്ത പെണ്ണുങ്ങൾക്കോ ആണെങ്കിൽ വേഗം കൊടുക്കി എല്ലാവരും കയ്യിലും വേഗം കൊടുക്കി. 5 മിനിറ്റ് കൊണ്ട് തീർന്നു. കനുള്ള ഡ്രസ്സ് ആണെങ്കിൽ കാരണം ടീഷർട്ടും മുണ്ടുമാണ്, മറ്റവർക്ക് മാക്സിയാണ്. നമ്മുടെ അമ്മമാർക്ക്, ചേച്ചിമാർക്ക്, അനിയത്തിമാർക്ക് ഒക്കെ. കാരണം എനിക്കാണ് പ്രായം കൂടുതൽ, നിങ്ങളൊക്കെ ചെറുതാണ്. എല്ലാവർക്കും കൊടുക്കും. അവിടെ കൊടുക്കും മാക്സി കനുള്ളതാണ്, കനല്ലാത്തത് കൊടുക്കി കൈയടിക്കേ. എന്റെ മക്കളെ ചുമ്മിയില്ല അപ്പിയില്ല, അവർ കാണുമ്പോൾ എല്ലാ സന്തോഷമാണ്. കൈയടിക്കേ. ഇവരൊക്കെ ചേർത്ത് പിടിച്ചാൽ നാളെ സ്വർഗത്തിൽ ഇത് സാധനം കിട്ടും. കൊടുക്കി നിശ്ചയാത്ത കൊടുക്കി, കണ്ണ് നിറഞ്ഞ് കൊടുക്കി, മനസ്സ് നിറയട്ടെ. ഇനി ഇവിടെ ആദരവ് കൂടി നൽകുന്നുണ്ട് നമ്മുടെ സ്നേഹവീടിന്റെ പുതിയ പുഷ്പമായ മിനി ചേച്ചി. സ്നേഹത്തോടെ വിളിക്കുന്നു മിനി ചേച്ചിയെ. താങ്ക് യു മിനി ചേച്ചി. ബാക്കിയുള്ള ഡ്രസ്സുകൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി റാഷിദ് ഭായിക്ക് കൈമാറണം. ഈ കൂട്ടായ്മ ഒരു 2 വാക്ക് പറയും. നിങ്ങളെ അത് നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ തന്നെ കൊണ്ടോ. പ്രവർത്തനം ഞാൻ സാമൂഹ്യ പ്രവർത്തനമാണ്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുത്തത്. എൻ്റെ ജീവിതത്തിൽ ഒരു എന്താ പറയുക, അതൊരു പറയാൻ പറ്റുന്നില്ല, അത് സന്തോഷം. താങ്ക് യു. പറയാൻ വാക്കുകൾ എന്ന് പറയുന്നത് അവർ രണ്ടുപേർക്കും വില കൂടിയ എന്താണ്, അതാണ് ഞാൻ സാധിക്കാർക്ക് വാങ്ങിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞത്. കൊടുക്കി നല്ലൊരു കൈയടി. ഈ ഗിഫ്റ്റുകൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കയ്യൊപ്പാണ്. എക്കാലത്ത് നമ്മളെ കുറിച്ച് ഓർക്കാനുള്ളതാണ്. അതുപോലെ ബേബി ഇവരൊക്കെ വലിയ വലിയ ഗിഫ്റ്റുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സന്തോഷമുണ്ട് നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്തതില്. അപ്പൊ ഭക്ഷണം മെല്ലെ മെല്ലെ കൈക്കൊള്ളൂ. പാട്ടാവല്ലേ നമ്മുടെ നല്ല അടിപൊളി പാട്ട്. ഏറ്റവും വലിയ ജീവിതത്തിൽ ആഗ്രഹമാണ് സാദി ഇന്ത്യയെ പോലെ ആവുക, നന്മ ചെയ്യുന്ന ഒരാളാവുക. അപ്പോ ആ കുഞ്ഞിനെ ഞാൻ കാണാൻ പോകുന്നുണ്ട്. അവന്റെ വീട്ടിൽ പോയി ഞാൻ തീർച്ചയായിട്ടും അനുമോദിക്കും. അതുപോലെ സ്മിതയുടെ ഹസ്ബൻഡ് സുരേഷ്, അവരൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രവാസ ലോകത്തിരിക്കുന്ന നൗഫല്, അങ്ങനെ ഒത്തിരി ആളുകളെ എല്ലാരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സ്നേഹവീടിന്റെ സ്നേഹനാഥന് വേണ്ടി സ്നേഹവീടിന്റെ മക്കൾ നൽകുന്ന ചെറിയൊരു ഉപഹാരം. കഴിഞ്ഞാൽ സമാധാനം കിട്ടും.
ഈ പുഞ്ചിരിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല പുഞ്ചിരി സ്നേഹ വീട്ടിലെ കണ്ടത് 2024 goes to സ്മിത. എല്ലാ മക്കൾക്കും നമ്മുടെ പുഞ്ചിരിയോടെ നന്നായി നമ്മളെ സ്മിത ഇന്ന് പ്രവാസ ലോകത്തിരുന്ന് കാണുകയാണ്. അപ്പൊ അവർക്ക് എല്ലാവരുടെയും അനുഭവങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ എല്ലാവരും ആ സ്നേഹത്തിന് ഉടമയാണ്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ഈ ഒരു ഇതിന് ഉടമയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാവും പകലും നമ്മുടെ കൂടെ കഷ്ടപ്പെട്ട് പ്രവാസ ലോകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സ്മിത. സ്മിതയെ മിസ് ചെയ്യുന്നു. ഐ ലവ് യു മിസ്റ്റർ. ഈ സ്നേഹവീട് കൂട്ടായ്മ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ സ്നേഹവീടിന്റെ ഡയറക്ടർ സാദി ഇന്ത്യ വളരെ കൃത്യമായി ഇവിടെ പരാമർശിക്കപ്പെട്ടു.